പക്ഷെ അവനെ ഒരിക്കലും കൊന്നിടണ്ടായിരുന്നു. അവർക്ക് എന്തോരു ദേഷ്യം ഉണ്ടായാലും അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാണ് ഉള്ളത്. അവന് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാറ് വരെ കൊടുത്തു വിടുന്നത്. പട്ടി വട്ടം ചാടി ബൈക്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതിനാണ് കാറ് കൊടുത്തു വിടുന്നത്. എന്നിട്ട് പോലും ഇവർ എൻ്റെ പപ്പ മിലിറ്ററിയാണ്, എൻ്റെ രാജ്യം സംരക്ഷിച്ചതാണ്. എന്നിട്ട് എൻ്റെ മകനെ കൊച്ചുമോനെ അവർ കൊന്ന് ബോണറ്റ് കെട്ടിയിരുത്തിയില്ലേ, അതിൻ്റെ ഒരു പാവം കൊച്ചു ചെയ്തിട്ടില്ല, ഞങ്ങളും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡിലാണ്. ഇഷ്ടംപോലെ ജീവൻ രക്ഷിച്ചെടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ഒരു കൊല്ലാൻ പോയിട്ടില്ല. അവനൊരിക്കലും കൊല്ലണ്ടായിരുന്നു പാവത്തിന്. ഈ നാട്ടിൽ ജീവിക്കാൻ വരെ എനിക്ക് പേടിയായി തുടങ്ങിയിപ്പം. അവർ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ്റിൽ കിടക്കണം, അല്ലാതെ എൻ്റെ കൊച്ചിൻ്റെ നെഞ്ചത്തല്ല കയറേണ്ടത്. ഓരോ അമ്മമാരുടെയും വേദനയത്. പോകുമ്പോൾ തൊട്ട് പ്രാർത്ഥനയാണ് എൻ്റെ പൊന്നും മോനെ സംരക്ഷിച്ചോളേന്ന്. തിരിച്ചു വന്നാലാ ഞാൻ എൻ്റെ മോനെ ഒന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ വരാനായിട്ടിരുന്നത്. ഞാൻ ഇവിടെയല്ല ജോലി ചെയ്യണത്, ഞാൻ മാർസ്ലീവല്ല പാലായിലാണ് വർക്ക് ചെയ്യണത്. എടാ ഇന്ന് വരാട്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചതാ. ഇന്ന് നമുക്ക് കാണാട്ടോടാ എന്നും പറഞ്ഞ് ഇന്നലെ രാവിലെ ഞാൻ വെച്ചതാ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്കാണ് ഞാൻ വരേണ്ടത്. ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അമ്മ മുന്നോട്ട് വെക്കുന്ന കുറേ ചോദ്യങ്ങളുള്ള ആ ചോദ്യങ്ങൾക്കൊന്നും നമ്മൾക്ക് ആർക്കും ഒരു മറുപടി ഇല്ല. എന്താണ് അതിനകത്ത് നമ്മൾക്ക് മറുപടി പറയാൻ പറ്റുക? എൻ്റെ മകൻ ഇപ്പോൾ 18 വയസ്സാകും. ഈ അമ്മയുടെ മകനുമായിട്ടൊരു 6 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവൻ ഈ പ്രായത്തിൽ സൈക്കിളായിട്ട് സ്കൂളിൽ പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ പോലും ഞാൻ പറയും അത് വേണ്ട, ഇപ്പോൾ തന്നെ ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതേപോലെ പോയാൽ മതി. ഭയമാണ് പല കാര്യങ്ങളും. ഈ ഒരു സംഭവം അല്ല പറയുന്നത്, പോകുന്ന വഴി കുറച്ച് വളവും തിരിവും വിസിബിലിറ്റി കുറഞ്ഞൊരു റോഡാണ്. അപ്പോൾ അവിടെ ഒരു സൈക്കിൾ കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു റിസ്ക് ആണ്. അങ്ങനെയാണ് നമ്മൾ മക്കളെ ചേർത്ത് നിർത്തി വളർത്തുന്നത്. ഈ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി വളർത്തും എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ വളർത്തി വരുന്ന മക്കളിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, അമ്മ പറയുന്ന കാര്യം ശരി, ഇതെല്ലാ അമ്മമാരുടെയും വേദനയാണ്. പണ്ടൊരിക്കലും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വഴിയിൽ വീണ ഒരു സഞ്ചി എടുത്ത് കൊടുക്കാൻ നോക്കിയതാണ്. ആ സഞ്ചിയിലുണ്ടായിരുന്ന സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ച കുഞ്ഞ് മരിച്ചു. അന്ന് വന്ന ഒരു പ്രതികരണമാണ്. അപരിചിതനായ ഒരാൾ തരുന്നതും വാങ്ങിക്കണ്ട എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷേ അപരിചിതനായ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീഴുമ്പോൾ അതെടുത്തു കൊടുത്ത് സഹായിക്കരുതെന്ന് എങ്ങനെ നമ്മളുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കും? നമ്മളിപ്പോൾ നമ്മളെ മക്കളെയൊക്കെ ഒരു വിഷയത്തിലും പ്രതികരിക്കണ്ട, ഒന്നും മിണ്ടണ്ട, നമ്മൾ ഒതുങ്ങി കൂടി അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട സാഹചര്യമാണ്. വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെടുന്ന നിസ്സാരമായ തർക്കം, ഇതൊക്കെ നമ്മളാരും കടന്നു പോകാത്തൊരു തർക്കമാണോ? എത്രയോ തവണ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അത്ര തർക്കത്തിൽ. പരസ്പരം വണ്ടി സൈഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഹോൺ അടിച്ചിട്ട് ഒതുക്കി കൊടുത്തില്ല എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നിലും മുഖം മാറ്റി കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ശബ്ദമില്ലാതെങ്കിലും ചുണ്ടനക്കെങ്കിലും നമ്മൾ പ്രതിഷേധം നമ്മൾ അറിയിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒന്ന് തുറച്ചു നോക്കിയിട്ടെങ്കിലും നമ്മളുടെ പ്രതികരണം നമ്മൾ കാണിക്കാറുണ്ട്. അതുപോലും ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഇടിച്ച് ബോണറ്റിൽ 1 കിലോമീറ്ററോളം ഓടിച്ചു കൊണ്ടുപോയി അവസാനം ബ്രേക്ക് ചെയ്ത് നിലത്ത് വീണ് ഒരു വശം ചതഞ്ഞരഞ്ഞാണ് ആ കുഞ്ഞ് മരിച്ചത്. നമ്മൾക്ക് പെട്ടെന്ന് ഈ അമ്മ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും. എത്ര ക്രൂരന്മാരായിരിക്കണം ഈ മക്കള്. ഇവന്മാരൊക്കെ മനുഷ്യകുലത്തിൽപ്പെടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു 1 ഓഫ് ദി ഇൻസ്റ്റൻസ്, വെള്ളം അടിച്ചതിൻ്റെ ആ ലഹരിയിലായിരിക്കും. അങ്ങനെയല്ല, അവിടെയുള്ള നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. അപ്പോൾ ഇവർ പറയുമ്പോൾ ഞങ്ങൾ CSF എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മെക്കെട്ടുകാരാണ് ഇവർ ഹിന്ദിയുള്ള. അപ്പം അങ്ങനെ വരും. മുന്നേ നിന്റെ ഇവൻ്റെ ചേണ്ട കല്യാണത്തിന് ഇവർ കാർ ഇടിച്ചിട്ട് നിർത്താണ്ട് വന്നിട്ട് സംഭവം അത് ഇതേപോലെ അത് 2022 അതിനിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു ഭയങ്കര റാഷൻ ഡ്രൈവും പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെക്കിട്ട് കയറും. അവർ ഹിന്ദിക്കാരാണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിലേക്കാണല്ലോ വരുള്ളൂ. പിന്നെ നമ്മളങ്ങനെ ഒന്നും പറയാറില്ല, പോലീസാന്ന് പറയാം. പിന്നെ അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളായാലും പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും നമ്മളങ്ങനെ പോകാറില്ല. പിന്നെ ഇവർ ഒരുപാട് ഇതായി കഴിയുമ്പോൾ ഇഷ്യൂസ് ഇതേപോലെ റാഷൻ ഡ്രൈവ്, ഇതേപോലെ വണ്ടി കൊണ്ടുവന്ന് പോസ്റ്റ് മിടിക്കുക. പിന്നെ നമ്മളിവിടെ മുക്കിൽ ഞങ്ങളെല്ലാം പിള്ളേരെല്ലാം നിൽക്കും, രാത്രിയൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കും. അപ്പോൾ സ്പീഡിൽ വണ്ടി കൊണ്ട് വരിക. അപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും കുട്ടികളുള്ളതാണ്. നമ്മളിവിടെ പറയും പയ്യെ പോകാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പകൽ റോട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പറയാറുണ്ട്.
ഈ നാട്ടുകാർക്ക് അവിടെ ഭയമാണെന്നേ. നിങ്ങൾ ആ റിപ്പോർട്ടർമാർ ചോദിക്കാൻ ചെല്ലുമ്പോൾ 1-2 പേര് റിപ്പോർട്ടർമാർ, അതിലൊരു ലേഡിയോട് ചോദിക്കുമ്പോൾ റിപ്പോർട്ട്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, എനിക്കൊന്നും അറിയാൻ പാടില്ല, അതൊന്നും കണ്ടില്ല, രാവിലെ വന്നപ്പോഴാണ് കണ്ടത്. അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അതേപോലെ ഈ രംഗം കണ്ടുവന്നു എന്ന് പറയുന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ ഈ തർക്കം കണ്ട് അങ്ങോട്ട് വന്നു, എന്താ നടന്നതെന്ന് അറിയില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ വേറെ ആൾക്കാരെ വിളിക്കാൻ ആ തർക്കം പരിഹരിക്കാനുള്ള ശ്രമമോട് നടത്തിയില്ല. എനിക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള ആളുകൾക്ക് ഇവരെ ഭയമാണെന്ന രീതിയിൽ, ആ രീതിയിലായിരിക്കും ഇവരൊക്കെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവനൊക്കെ ആ വടക്കേന്ത്യയിൽ ആ മുഷ്കു സ്വഭാവം ഉണ്ടല്ലോ ഇവൻ്റെയൊക്കെ, നാട്ടുമ്പുറത്ത് കാണിക്കുന്ന സ്വഭാവം. പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ താഴെയുള്ളവന്മാർക്ക് അടിയാളന്മാരാണ്, അവരൊക്കെ ചവിട്ടി കൂട്ടാമെന്ന് വിചാരിക്കുന്ന അതേ ധാർഷ്ട്യം തന്നെ അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരും വലിയ വ്യത്യാസമൊന്നുമില്ല, അത് വേറെ കാര്യം. ഈ CASF എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വാക്കുണ്ട്, സെക്യൂരിറ്റി ഫോഴ്സ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ. അവിടെ ഒന്മാരാണ് ഈ അവിടെയുള്ള താമസിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൊടുത്തിട്ട് വണ്ടി അങ്ങോട്ട് ഓടിച്ചെടുക്കുന്നത്. സ്വന്തം വണ്ടി ഒന്നും ആയിരിക്കില്ല ഇവരുടെ. ഇവർ റെന്റിനെടുക്കുന്ന വണ്ടിയൊക്കെ എടുത്തിട്ടാണ് ഈ വെള്ളം അടിച്ചിട്ട് പേക്കൂത്ത് കാണിക്കുന്നതും റാഷ് ഡ്രൈവ് ചെയ്യുന്നതും. ഇപ്പൊ ഇത് ഒരു സംഭവമല്ല, പല സംഭവങ്ങൾ. അവിടെ പോസ്റ്റിൽ കൊണ്ടിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാനായിട്ട് ഇദ്ദേഹം തയ്യാറാവുന്നില്ല. അവിടെ തന്നെ നമുക്ക് കാണാം ഭയം എന്താണെന്നുള്ളത്. അമ്മാതിരി ഗുണ്ടായിസമാണ് ഇവർ, ഗുണ്ടായിസം തന്നെ പറയണം. അമ്മാതിരി ഉദ്യോഗസ്ഥന്മാർക്ക് തനിക്ക് പവറുണ്ട്, അറ്റവനാണ് മറച്ചവനാണെന്ന വിചാരം കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഗുണ്ടായിസമാണ് ഇത്. ചൊരിഞ്ഞവർക്ക് സ്വാഭാവികമായിട്ടും ഭയമായിരിക്കും. ന്യൂമാരൊക്കെ പിടിച്ചകത്തിട്ടാലും എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഭയം ഈ നാട്ടുകാർക്ക് ഉണ്ടാവും. നാട്ടുകാർക്ക് ആ ഭയം ഉണ്ടെന്നുള്ള ധാർഷ്ട്യം, അഹങ്കാരം, അതൊക്കെ വെച്ചിട്ടാണ് അവനൊക്കെ ഈ ഇത്രയും ക്രൂരമായൊരു സംഭവം ചെയ്തത്. 24 വയസ്സെന്ന് പറയുമ്പോൾ അത്രയും വർഷം ആ മക്കൾ, ആ അമ്മ പറയുന്നുണ്ട്, ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാത്ത കാരണം ആ ബൈക്ക് തട്ടി നായകളൊക്കെയുള്ള സ്ഥലമാണ്, പട്ടികളുള്ള സ്ഥലമാണ്. ആ പട്ടികൾ വട്ടം ചാടി അപകടത്തിൽപ്പെടേണ്ടതെന്ന് കരുതി ആ കൊച്ചിന് കാറ് മേടിച്ചു കൊടുത്തതെന്ന് പറയുന്നു. അത്രയും സുരക്ഷയോട് ചിന്തിക്കുന്നു. അവനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരമ്മയുടെ മുന്നിലേക്കാണ് ചതഞ്ഞരഞ്ഞ മകന്റെ ശരീരം എത്തുന്നത്, ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യ ശിക്ഷാ നിയമത്തിന്റെ പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് തന്നെ വാങ്ങിക്കൊടുക്കണം. ഇതിനെയൊക്കെ അസാധാരണമായ കാര്യമായിട്ട് തന്നെ കാണണം. കാരണം കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേ. ജസ്റ്റ് ഒരു പ്രതികാരം ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവനെ ഒന്ന് തട്ടിയിട്ടെങ്കിലും അങ്ങോട്ട് പോകാൻ നോക്കും. ഇത് 1 കിലോമീറ്ററോളം അച്ചക്കം ബോണറ്റിൽ കിടന്ന് ജീവനോട് പെടയും. ഇവനൊക്കെ അത്ര ക്രൂരന്മാരായതുകൊണ്ടല്ലേ അത് ആസ്വദിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടോ അവന് യാതൊരു കൂസലും, അടുത്ത ദിവസം അവൻ ജോലി കയറിയിരിക്കുന്നു. അപ്പൊ അവന്റെയൊക്കെ വിചാരം എന്താ, ഞാനൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയാൽ ഈ നാട്ടിലൊരു കോപ്പും ചോദിക്കാനില്ല എന്നുള്ളതല്ല അവന്റെയൊക്കെ വിചാരം. അല്ലെങ്കിൽ അവൻ ഇത്ര മാത്രമൊക്കെ ധാർഷ്ട്യം കാണിക്കുമോ? മറ്റൊരു കൂസലമില്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടി, ഒരു പ്രശ്നമില്ല. ഇതില് പ്രതിയായ ഒരു പേര് കാണാൻ കേട്ടോ, CISF SI വിനയകുമാർ ദാസ്, ബീഹാർ സ്വദേശിയായ CISF കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇവരുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ട്? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഞാൻ ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും തിരഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ രണ്ടുപേരുടെ ഫോട്ടോ വാർത്തയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇവര് നിസ്സാരക്കാരല്ല അല്ലേ? നിസ്സാരക്കാരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാധാരണക്കാരാണ്, ഏതെങ്കിലുമൊക്കെ അന്യസംസ്ഥാന തൊഴിലാളി, അതിഥിതൊഴിലാളിക്കണമെന്നുണ്ടെങ്കിൽ രായ്ക്ക് രാമാനം ഈ പ്രതികളുടെ ചിത്രം പെട്ടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ CCTV ക്യാമറ പതിഞ്ഞ് അവിടെ നിന്നൊക്കെ എടുത്ത് അത് തംനെയിലായിട്ട് ഇടും. വാർത്തകളുടെ തംനെയില് 24 മണിക്കൂർ പ്രതികളുടെ ചിത്രം കാണിക്കും. പക്ഷെ ഈ രണ്ടുപേരുടെ ചിത്രം എവിടെ പോയി? ഈ മാധ്യമ സിംഗങ്ങളോടാണ് ചോദ്യം. ആ അമ്മയുടെ കരച്ചിൽ നിങ്ങൾ കാണിച്ചത് മനസ്സിലായി. ആ അമ്മയുടെ കരച്ചിലിന് ന്യൂസ് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് നിങ്ങൾ ഒപ്പിയെടുത്ത് കാണിക്കുന്നുണ്ട്. ഞാനൊരു റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഓടിച്ചിട്ട് കാണിക്കണം, റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി മാത്രം. അതിൽ പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ആ റിപ്പോർട്ട് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നാട്ടിലെത്തിയ യുവാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവവാസികൾ തുടക്കം കഴിഞ്ഞ രാത്രി 9:30 കൊല്ലപ്പെട്ട ഐവരും അതുകൊണ്ട് വിദ്യാർത്ഥിപ്പെട്ട CISF ഉദ്യോഗസ്ഥരും നിർവ്വശിയിൽ തലത്തിൽ പോകുന്നു. രണ്ടുപേരും ആ ലൈൻ സഞ്ചരിച്ചത്. ആദ്യം ഈ CISF ഉദ്യോഗസ്ഥരുടെ വാഹനം പോകും, അതിൽ പിന്നാലെ ഐവിന്റെ കാർ കളഞ്ഞു. ഇതിനിടെ ഐവിൻ ഇവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. ഇത് CISF ഉദ്യോഗസ്ഥർ അവർ മോശമായി വാങ്ങി കാണിച്ചു എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ഐവിൻ അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തി. ഇതിനുശേഷമാണ് ഈ തക്കം തുടർന്നത്. ഞാൻ ഈ റോഡ് അടക്കം ശബ്ദം കേട്ട് ഇറങ്ങിയത് ഈ രണ്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിനിടയിൽ ഐവിൻ ഒരു കാര്യം ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി. അത് മാത്രമല്ല പോലീസിൽ ഇവർ അറിയിക്കുകയും ചെയ്തു. AKG ഗ്രാമ സമീപത്തിൽ സംഭവം നടക്കുന്നതായിട്ട് പോലീസുകാരെ അറിയിച്ചത്. ഈ വിഷയം പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു എന്നറിയപ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് CISF ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമം നടത്തി. അത് അപ്പോൾ അവർ നിർവശിയിൽ മാനവത്തിലേക്ക് പോകേണ്ടിയിരുന്നവർ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി തിരിച്ച് എതിർദിശയിലേക്ക് പോകാൻ ശ്രമം നടത്തി. എന്നാൽ ഇതിനെ തുടർന്ന് ഐവിൻ വാഹനത്തിന്റെ മുന്നിൽ കയറി. കാരണം ഐവിൻ പോലീസിൽ പോയാൽ മതി എന്ന തീരുമാനത്തിൽ ഐവിൻ വിമാനത്തിന്റെ മുന്നിൽ കയറി. എന്നാൽ മുന്നിൽ കയറുന്ന ഐവിനെയും തിരിച്ചു ലഭിച്ചുകൊണ്ടാണ് ഈ CISF ഉദ്യോഗസ്ഥർ ഇതിലേക്ക് വാഹനം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ആഘാതത്തിൽ ഐവിൻ വണ്ടിയുടെ ഓണത്തിലേക്ക് വീണു.
റോഡിന് പുറത്തേക്ക് വീണ ഐവിനെ കൊണ്ട് വാഹനം തോട്ട ലൈനിൽ വന്ന ദിശയിൽ നിന്ന് എതിർ ദിശയിലേക്ക് പോവുകയാണ്. നേരെ വാഹനം പോയത് അങ്കമാലി നായത്തോട് റോഡിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം ഇടത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ തന്നെ വാഹനം മീറ്ററുകളോളം കടന്നുപോയി. ഈ സമയത്തൊക്കെ ഐവിൻ കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു. കുറച്ചും കൂടി ദൂരം എത്തിയപ്പോൾ വാഹനം നേരെ നായത്തോട്ടേക്ക് പോകാതെ റൈറ്റിലേക്ക് തിരിഞ്ഞു. പിന്നെയും മീറ്ററുകളോളം ഈ വാഹനം മുന്നോട്ട് സഞ്ചരിച്ചു. ഏകദേശം ഇവിടെ വന്നപ്പോഴാണ് ഐവിൻ കാറിൽ നിന്ന് വെടിവിട്ട് നിർത്തി വീണത്. ബ്രേക്ക് ചെയ്തതിന്റെ പാടാണ് ഐവിൻ റോഡിൽ വീണതിനെ തുടർന്ന് വേഗത്തിൽ വന്ന് കാർ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്കിൽ ഐവിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് വാഹനം മുന്നോട്ട് പോയത്. അതായത് ചതഞ്ഞറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഐവിനെ ഈ റോഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വിട്ടത്. ഇവിടെയാണ് ഐവിൻ വീണിരുന്നത്. ഇതിനെത്തുള്ള ശബ്ദം കേട്ട നാട്ടുകാർ ഓടുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കാറിന്റെ അടിയിലാണ് ഐവിൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് താങ്ങി. പക്ഷേ ആ സമയത്ത് ഒരു വണ്ടി കൊണ്ടുവന്ന അവസ്ഥയിൽ ചടഞ്ഞറിഞ്ഞ മൊത്തം വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആംബുലൻസ് വെച്ചാണ് ഐവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് ഐവിന്റെ മരണം സംഭവിച്ചു. എന്നാൽ മരണകാരണം ഇതൊക്കെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയുള്ളൂ. കാർ ഓടിച്ചിരുന്ന CSFSയെ നാട്ടുകാർ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ പരിക്കേറ്റ ASFSI ഈ ഐവിനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണുള്ളത്. ഇയാളെ കൂട്ടാളിയായ സുമോനെ പോലീസ് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനപ്പെട്ട കുടുംബങ്ങളാണ് കാർ പറയുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഈ സംഭവത്തിന് ശേഷം കാർ നേരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് രാത്രി 7 മണിക്ക് ശേഷമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് കാർ എത്തിക്കുകയും തുടർന്ന് പോലീസ് പരിശോധന ഉൾപ്പെടെയുള്ള നടത്തുകയും ചെയ്തത്. ഇതിന് കൈക്കൊണ്ടിരുന്ന വാഹനം മാറ്റി ഈ ആദ്യം ഈ കാലം അങ്ങനെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം ആദ്യം എൻഡായ ഒരു സ്ഥലത്ത് മാറി. പിന്നെ ഇവിടെ എല്ലാ സ്പെസിഫിക്കേഷൻ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സംഭവം ആദ്യമായിട്ടായിരിക്കും. അതും ഈ കേസിൽ പ്രതികൾ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷ കൊടുക്കേണ്ട CIS ഉദ്യോഗസ്ഥരാണ് എന്ന് ഞെട്ടിക്കുന്ന ജോസിയർ ഓഫീസർ. ഈ വാർത്തയിലുള്ളത് 6 മണിക്ക് വന്ന വാർത്തയാണ് കേട്ടോ. 6 മണിക്കുള്ള വാർത്തയിൽ 6 PM പുറയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചാനലിൻ്റെ കാര്യം മാത്രമല്ല, ഏത് ചാനൽ എടുത്ത് നോക്കിയാലും 10-20 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തയാണ്, 1 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്തയാണ്. എത്ര ദൈർഘ്യമുള്ള വാർത്തയാണെങ്കിൽ പോലും ആ വാർത്തകളിൽ ഈ പ്രതികളായവരുടെ ഫോട്ടോ കാണുന്നില്ല. അപ്പോൾ ഇവരൊക്കെ വലിയ വമ്പൻ മീനുകളായിരിക്കുമല്ലേ, സാധാരണക്കാരായിരിക്കില്ല. അല്ല, ഇവരാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത്. അതെൻ്റെ സംശയം. എനിക്കറിയാൻ പാടില്ല കേട്ടോ, പ്രതികളുടെ ചിത്രം പുറത്തുവിടാൻ പാടില്ലെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, ഭാരതീയ നിയമസംഹിതയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരകളുടെ ഫോട്ടോ പുറത്തുവിടാത്ത സാഹചര്യമുള്ളത്. പ്രതികളുടെ ഫോട്ടോ പുറത്തുവിടാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? അറിയാൻ പാടില്ലെങ്കിൽ ഒന്ന് പഠിപ്പിച്ചെന്നാൽ നല്ലതായിരിക്കും. അതിന് പുറത്തുവിടാത്ത നിങ്ങൾക്ക് ഇവരാണോ തീറ്റ തരുന്നത്? അവരുടെ ഇതൊക്കെ നക്കി തിന്നിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ചിത്രം പുറത്തുവിടാത്തത്. നിങ്ങളെ മുതലാളിമാർ ഇവരുടെ നിന്നാണോ ഫണ്ടിങ് മേടിക്കുന്നത്? ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ, ഒരു നിസാരക്കാരനായ ആളായിരുന്നുവെങ്കിൽ അയാളുടെ ചിത്രം ഇതിനോടകം എല്ലാ വാർത്തയിലും തംബ്നെയിൽ വന്നെ. ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു വാർത്തയുടെ തംബ്നെയിൽ പോലും പ്രതികളുടെ ചിത്രമില്ല കേട്ടോ. ഏത് കോപ്പിലെ മാധ്യമധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്? ഒരു സംശയമാണ് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോട്ടയത്തുണ്ടായ കൊലപാതകത്തിൽ സംശയമാണ് തോന്നിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടവരാണ് നിങ്ങൾ. ഇതിനകത്ത് സംശയത്തിന്റെ കാര്യം പോലും ഇല്ല. പ്രതികൾ ആരാണെന്ന് മനസ്സിലായി. അവരുടെ പേര് പുറത്തു പറയുന്നതല്ലാതെ അവരുടെ ഫോട്ടോ അതൊന്നും പുറത്തു വരില്ല. ഇത്രമാത്രം സ്നേഹം നിങ്ങൾ അവരോട് കാണിക്കാൻ കാരണം എന്താ? ഞാൻ നേരത്തെ ചോദിച്ചപോലെ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഇവരാണോ? ഒരു കോപ്പിലെ മാധ്യമ നിർമ്മി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാവും, സസ്പെൻഷനിലാവും. പിന്നെ കുറച്ചാൾ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ ഈ കേസ് മറക്കും. പിന്നെ ഇവരൊക്കെ ഇവരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കും. ആസ് യൂഷ്വൽ സാധാരണക്കാരുടെ മക്കളും സാധാരണക്കാരും പിന്നെ എവിടെയെങ്കിലും വെച്ച് അവർ വണ്ടി ഇടിച്ച് ക്രൂരമായിട്ട് കൊല്ലപ്പെടും. അതൊക്കെ തന്നെ അവസ്ഥ. മാധ്യമങ്ങൾ പോലും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിഷ്പക്ഷം എന്നൊക്കെ പണ്ടൊക്കെ പറയാവുന്ന വാക്കാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷം പിടിച്ച് പറയുന്ന മാധ്യമങ്ങൾ കൂട്ടത്തോടെ ഇവരുടെ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പിന്തുടരുന്ന ഈ മാധ്യമ ധർമ്മം എന്ത് കോപ്പിലെ ധർമ്മമാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ആ അമ്മയുടെ കരച്ചിൽ അത് കാണാതെ പോകാൻ കഴിയില്ല. ആ കരച്ചിലിനൊരു ഫലമുണ്ടാകട്ടെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇവിടേക്ക് ഇങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നീതിപീഠം ഇടപെടാറുണ്ട് പല വിഷയങ്ങളിലും. അങ്ങനെ ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടാവട്ടെ. അമ്മയ്ക്കും അച്ഛന് നീതി ലഭിക്കട്ടെ, ഐവിന് നീതി ലഭിക്കട്ടെ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.